വളരെ ശുഭകരമായിട്ടുള്ള ഇന്നത്തെ ഈ സന്ധ്യയ്ക്ക് ശേഷവും നമ്മുടെ മനോമുകുരത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട് ശാശ്വതികത്വഭാവത്തോടെ അവശേഷിക്കാൻ മാത്രം ധന്യവും പുണ്യകരവുമായിട്ടുള്ള ഈ മഹത്തായ സമ്മേളനത്തിൽ ആദരസമർപ്പണത്തിൽ സന്നിഹിതരായിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള മഹത്തുക്കളെ, ബഹുമാന്യരെ, ഇവിടെ സംസാരിച്ചു പോയിട്ടുള്ള ഈ ചടങ്ങിന് തുടക്കം കുറിച്ച് പോയിട്ടുള്ള അഭിവന്ദനായ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, എൻ്റെ ചിരകാല സുഹൃത്തും പ്രിയങ്കരനുമായ ശ്രീ രമേശ് ചെന്നിത്തല അവർകളെ, ലോക്സഭയിൽ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന, ഇപ്പോഴും എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരിക്കുന്ന പ്രിയപ്പെട്ട ആരിഫ്, അഭിവന്ദനായിട്ടുള്ള സ്നേഹിതൻ ശ്രീ ബാബു പ്രസാദ്, പ്രിയങ്കരനായ സുഹൃത്ത് ബഹുമാന്യനായ ഷുക്കൂർ സാഹിബ്, പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് പ്രിയപ്പെട്ട കണ്ണൻ, അഭിവന്യയായ ഹരിയേട്ടൻ്റെ സഹധർമ്മിണി, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ, അതുപോലെ ഈ പരിപാടിയുടെ മുഖ്യശില്പി, ഏതൊരാളുടെ മുഖത്ത് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യത്തിൻ്റെ ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുവോ, ബഹുമാന്യ സ്നേഹിതൻ ശ്രീ രാധാകൃഷ്ണൻ അവർകളെ, ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട കവി, ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്. പക്ഷെ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ടെലിഫോൺ എനിക്ക് വന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ബഹുമാന്യ സ്നേഹിതനായിരുന്ന മലയാളത്തിൻ്റെ ഭാവഗായകൻ ശ്രീ ജയചന്ദ്രൻ, അദ്ദേഹവും ഞാനും പലപ്പോഴും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ സംഭാഷണത്തിന് പോലും വിഷയമായിരുന്ന ഒരു ഗാനം, അതിനെ ഗാനമെന്ന് വിളിക്കണമോ മനോഹരമായ കാവ്യമെന്ന് വിളിക്കണമോ, ഏറ്റവും നല്ല ഗാനങ്ങളിലെ ഏറ്റവും നല്ല കവിത കൂടിയാണ്. അത് എഴുതിയ രാജീവാണെന്ന് എന്നെ വിളിച്ചത്, രാജീവ് ആലുങ്കൽ. അദ്ദേഹത്തെ ഇവിടെ വെച്ചാണ് ഞാൻ കാണുന്നത്. പ്രിയപ്പെട്ട രാജീവ് ആലുങ്കൽ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഹരിയേട്ടൻ്റെ ഇഷ്ടജനങ്ങളെ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, എൻ്റെ ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, ചില സന്ദർഭങ്ങൾ വളരെ വികാരസാന്ദ്രമാണ്. ജീവിതത്തിൻ്റെ വൈകാരികത കൊണ്ട് പ്രക്ഷുബ്ധമാണ്, ശാലീന സുന്ദരവുമാണ്. വികാരമെന്ന ഒരു പദമില്ലെങ്കിൽ ജീവിതമില്ല. ആ വികാരങ്ങളുടെ വിശുദ്ധി, ഉത്കൃഷ്ട വികാരങ്ങളുടെ വിശുദ്ധി നാം അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഞാൻ ദീർഘമായിട്ട് സംസാരത്തിനൊന്നും അല്ല ഇതൊക്കെ പറയുന്നത്. വളരെ വിശിഷ്ടരായിട്ടുള്ള അതിഥികൾ പലരും സംസാരിക്കാനുണ്ട്. ശ്രീ ഹരികുമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഹരിയേട്ടൻ, എല്ലാം ഒരു തിരശ്ശീലയിലെ രംഗങ്ങൾ പോലെ എൻ്റെ മനോദർപ്പണത്തിലൂടെ മിന്നിമറിയുന്നത് ഞാൻ കാണുകയാണ്. അമ്പലപ്പുഴ കുടുംബവേദിയുടെ പരിപാടിയിൽ പങ്കെടുത്തത്, ഇവിടെ നടക്കുന്ന മഹത്തായ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിൽ ലയിച്ചു നിൽക്കുന്ന സഹോദരി സഹോദരന്മാരെ കണ്ടുമുട്ടിയത്, പാർപ്പിടമില്ലാത്തവർ പാർപ്പിടത്തിൻ്റെ താക്കോലുമായി കടന്നു പോകുമ്പോൾ അവരുടെ നിറഞ്ഞ കണ്ണുകളിലെ പ്രകാശം അതിന് സാക്ഷ്യം വഹിച്ചത്, ഇവിടെ മാത്രമല്ല മറ്റു പലയിടത്തും. ഈ അടുത്ത ദിവസം എൻ്റെ ജില്ലയിൽ ശ്രീ ഹരിയേട്ടൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നെയും ക്ഷണിച്ചിരുന്നു സംഘാടകർ. പക്ഷെ എനിക്കന്ന് പനി പിടിച്ച് പോകാൻ സാധിച്ചില്ല. അവിടെയും എത്രയോ പേർക്ക്
വീട് വെച്ചു കൊടുക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഹരിയേട്ടനാണ് എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി, മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കി. അങ്ങനെയുള്ള ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ തണൽ മരം അദ്ദേഹത്തിന് ആദരം സമർപ്പിക്കുക വഴി നമ്മുടെ സംസ്കാരത്തെയാണ് നാം ആദരിക്കുന്നത്, നമ്മുടെ തന്നെ നാടിനെയാണ് നാം ആദരിക്കുന്നത്. ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് പറയുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ അന്വർത്ഥമാണ്. കൂട്ടത്തിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കേരളത്തിൽ ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഉള്ള ചെറുപ്പക്കാർ വളരെ പെട്ടെന്ന് മരണപ്പെടുകയാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു 10-60-70 വയസ്സായവർക്ക് കാര്യമായ ബുദ്ധിമുട്ടില്ലാതെ അഭിവന്ദനായ ആഭ്യന്തരമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല വൈദ്യ ശുശ്രൂഷയും ചികിത്സാപരമായിട്ടുള്ള സഹായങ്ങളും ലഭിച്ചാൽ അവർക്ക് അവരുടെ ജീവിതം നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ വളരെ പ്രവചനാതീതമാണ്, അൺപ്രഡിക്റ്റബിളാണ്. പെട്ടെന്ന് മരണപ്പെടുന്നു, കുഴഞ്ഞു വീണ് മരിക്കുന്നു, നടക്കുമ്പോൾ മരിക്കുന്നു, രോഗമില്ലാതെ മരിക്കുന്നു, ഒരു മുന്നറിയിപ്പുമില്ലാതെ മരിക്കുന്നു. എൻ്റെ നിയോജക മണ്ഡലത്തിൽ അടുത്ത ദിവസം ഞാൻ മരണ വീട്ടിൽ പോയിരുന്നു. ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരണപ്പെട്ടത്. ആ ഓട്ടോറിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ വിരിപ്പിലേക്ക് കടത്തിയ കാര്യമൊക്കെ നാട്ടുകാരായ സുഹൃത്തുക്കൾ പറഞ്ഞത് അന്തം വിട്ട് കേട്ടുനിന്ന ആളാണ് ഞാൻ. നമ്മളൊക്കെ അത്തരം രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഞാൻ ലോക്സഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് ഇത് ഗൗരവത്തോടെ എടുക്കണം. എന്തുകൊണ്ടാണ് ഇത്രയേറെ യുവാക്കൾ പൊടുന്നനെ മരണപ്പെടുന്നത്? അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ലോകത്ത് പൊതുവെ യുവാക്കളുടെ അംഗസംഖ്യ കുറഞ്ഞു വരികയാണ്. ഇറ്റലിയിൽ ചെറുപ്പക്കാരുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞിരിക്കുന്നു. അവിടെ അധികവും കാണാൻ സാധിക്കുന്നത് വയോധികരെ മാത്രമാണ്. ഈ മാതിരി ജീവൽ പ്രധാനമായിട്ടുള്ള സംഗതികൾ എന്തുകൊണ്ടാണ് ഇതുപോലൊരവസരത്തിൽ ഞാൻ ഓർക്കുന്നതെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്നേഹനിധിയായ ഹരിയേട്ടന് നമ്മളെല്ലാവരും ഇവിടെ പ്രാർത്ഥനാ നിമഗ്നമായിട്ടുള്ള മനസ്സുമായി സമ്മേളിച്ച് അദ്ദേഹത്തിന് ദീർഘായുസ് നേരുമ്പോൾ ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ട്: നന്മ പ്രവർത്തിക്കുന്നവർക്കുള്ളതാണ് ദീർഘായുസ് എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. രാമായണം ആരംഭിക്കുന്നത് ആദി കാവ്യമാണ്, ആദി കവിതയാണ്. അത് മിക്കവാറും എല്ലാവർക്കും അറിയാം. വേടൻ, കാട്ടാളനായിട്ടുള്ള വേടൻ, നിഷാദൻ ക്രൗഞ്ചപ്പക്ഷികളെ അമ്പെയ്ത് കൊല്ലുന്നതിന് വേണ്ടി അമ്പ് ഓങ്ങി നിൽക്കുമ്പോൾ നേരെ മരക്കൊമ്പത്തിരിക്കുന്ന ക്രൗഞ്ചപ്പക്ഷികളെ അയാൾ ഉന്നം വെക്കുമ്പോൾ പുറ്റിൽ നിന്ന്, വാൽമീകത്തിൽ നിന്ന്, പുറ്റ് അതിൽ നിന്ന് പുറത്തു വന്ന് വാൽമീകിയായ മഹർഷി, വാൽമീകി മഹർഷി, അദ്ദേഹത്തിൻ്റെ അകത്ത് ശോകമുണ്ടായി എന്നാണ്. ശോകം രാജീവ് എഴുതിയിട്ടുണ്ട്, ശോകരാമായണ പാരായണം എന്ന്. അങ്ങനെയാണ് ജയചന്ദ്രൻ പാടിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ രാജീവ് എഴുതിയിട്ടുള്ളത് രാമായണത്തെ കുറിച്ചായിരിക്കില്ല. അത് പാടുന്ന വ്യക്തിയുടെ വീട്ടിലെ, ജീവിതത്തിലെ, പരിസരങ്ങളിലെ സാഹചര്യം ശോകാർദ്രമാണ്, വിഷാദ നിർഭരമാണ്. അതുകൊണ്ടാണ് രാജീവ് അങ്ങനെ എഴുതിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ രാജീവും ഒരുപക്ഷെ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം, രാമായണം ആരംഭിക്കുന്നത് തന്നെ ശോകത്തിൽ നിന്നാണ്. ശോകത്തെ ശ്ലോകമാക്കുകയാണ് വാൽമീകി ചെയ്തത്. ക്രൗഞ്ചപ്പക്ഷികളെ അമ്പെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന കാട്ടാളനെ കണ്ടപ്പോൾ എന്തിനാണ് ആ ശ്ലോകം ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്?
അത് ഹരിയേട്ടനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ്. മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ യക്രൗഞ്ച മിഥുനാദേകം അവധി കാമമോഹിതം എന്നാണ് വാൽമീകി ആദ്യമായിട്ട്, ഇതിനാണ് ആദി കവിത എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിൽ പലരും ശ്രദ്ധിക്കാതെ പോയൊരു വാക്കുണ്ട്. സാധാരണഗതിയിൽ ശ്രദ്ധിച്ചൊന്നും വരില്ല, ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നല്ലേ, എത്ര ആളുകൾ ശ്രദ്ധിച്ചു കാണും. സാധാരണഗതിയിൽ ശ്രദ്ധിക്കാതെ പോണ ചിലതുണ്ടാവും. നമ്മുടെ കണ്ണിന് മുമ്പിൽ ഒരു ബോർഡ് നമ്മൾ എല്ലാ ദിവസവും കാണുകയാണെങ്കിൽ അത് ശ്രദ്ധിച്ചെന്ന് വരില്ല, അത് വായിച്ചെന്ന് വരില്ല. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വീട്ടിൻ്റെ ഉമ്മറത്തിൻ്റെ അപ്പുറത്ത് തൊട്ട് മുമ്പിൽ ഒരു ബോർഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. എല്ലാ ദിവസവും അത് കാണുന്നുണ്ട്, അത് വായിച്ചു കൊള്ളണം എന്നില്ല, പക്ഷെ അത് വായിക്കണം. മാനുഷ അത കാട്ടാള അരുത്, ചെയ്തു പോകരുത്, ക്രൗഞ്ചപക്ഷികളെ കൊല്ലരുത്, നീ കൊന്നാൽ മാനുഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ, നിനക്ക് ശാശ്വതികത്വമില്ലാതിരിക്കട്ടെ, നീ എന്നൊന്നും നിലനിൽക്കാതിരിക്കട്ടെ. അക്രമം പ്രവർത്തിക്കുന്ന ആരും ഈ ലോകത്ത് നിലനിൽക്കാതിരിക്കട്ടെ, നന്മ പ്രവർത്തിച്ചവർക്ക് ദീർഘായുസ്സുണ്ടാവട്ടെ എന്നാണ് അതിലൂടെ മഹർഷി വര്യൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. നന്മ ചെയ്യുന്നവർക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കട്ടെ, കാരണം അവരുടെ ആയുസ് തണൽ മരമാണ്, അത് ആളുകൾക്ക് ആയുസ്സാണ്. തിരുനബിയുടെ, മുഹമ്മദ് നബിയുടെ വളരെ വികാരം കൊള്ളിക്കുന്ന ഒരു വചനമുണ്ട്. നിങ്ങൾ വല്ല മരണ വീടും സന്ദർശിച്ചാൽ, വല്ല രോഗിയെയും സന്ദർശിച്ചാൽ ആ രോഗിയുടെ ദീർഘായുസ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. അദ്ദേഹം നാളെ ഒരുപാട് ആയുസ് നേടി എത്രയോ ആളുകൾക്ക് ഗുണകരമായി തീരേണ്ട ഒരാളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ പ്രാർത്ഥിക്കണം. അതിനുള്ള കാരണവും പുണ്യ റസൂൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പിറകെ വിശദീകരിച്ച് പറയുന്നു. ഞാനിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ശരീരത്തിലെ സിരകളിലോടുന്ന എൻ്റെ ജീവരക്തത്തെ വഹിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും പറയട്ടെ, ഹരിയേട്ടനെ പോലുള്ളവർ ഈ പ്രപഞ്ചത്തിൻ്റെ തണലാണ്. അവർ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ നിറഞ്ഞ സ്നേഹമാണ് ഇതുപോലുള്ള ലോകത്തെ, വൈരം നിറഞ്ഞ ലോകത്തെ, വിദ്വേഷം നിറഞ്ഞ ഈ ലോകത്തെ നിലനിൽക്കുന്നത്. ഈ ലോകം വല്ലാതെ ഇരുണ്ടു പോവുകയാണ്. ആ ഇരുണ്ടു പോകുന്ന ലോകത്ത് നമുക്ക് വെളിച്ചം ആവശ്യമായിരിക്കണം, വെളിച്ചത്തിൻ്റെ തുള്ളികൾ ഉണ്ടായിരിക്കണം. യഥാർത്ഥത്തിൽ ഹരിയേട്ടനെ ആദരിക്കുന്ന ഈ ഒരു പരിപാടി, ഇത് യഥാർത്ഥത്തിൽ മനുഷ്യ സ്നേഹത്തെ ആദരിക്കുന്ന ചടങ്ങായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ വികാരമാണ് പ്രകടിപ്പിക്കുന്നത്. ഞാൻ പ്രസംഗിക്കല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കല്ല. ഹരിയേട്ടനെ കുറിച്ച് സംസാരിക്കാനൊന്നും എനിക്കങ്ങനെ ഒരു ശക്തിയുള്ള ഒരാളല്ല ഞാൻ. കാരണം വളരെ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. വൈകാരികം. ഞാൻ അല്ലെങ്കിൽ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ധാരാളം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ്. അമ്മ, അച്ഛൻ, പെങ്ങൾ. എം ടിയോട് ഞാൻ പറയുമായിരുന്നു, എം ടിയുടെ ഒരു കഥയുടെ പേര് ഓപ്പോൾ എന്നാണ്. അത് സിനിമയെ. ഇനി അങ്ങനെ ഒരാൾ എഴുതാനുണ്ടാവില്ല, അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങില്ല. ആ വാക്കൊരു പക്ഷേ പുതിയ തലമുറയല്ല, ഇന്നത്തെ തലമുറ ചോദിച്ചേക്കും, എന്താണ് ഈ ഓപ്പോൾ, ആരാണ് ഈ ഓപ്പോൾ? ലോകത്ത് ഉത്കൃഷ്ട സാഹിത്യത്തെ പോലും സൃഷ്ടിക്കുന്നത് ഉത്കൃഷ്ട വികാരങ്ങളാണ്. ഓപ്പോൾ ഒരു വികാരമാണ്. ആ വികാരങ്ങളെ അതിൻ്റെ തീവ്രതയോടെ അനുഭവിച്ച മനുഷ്യന്റെ പേരാണ് എം ടി വാസുദേവൻ നായർ. ആവിഷ്കരിച്ചതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അത് ഉള്ളിലിട്ട് ഉരുക്കി അനുഭവിച്ച മനുഷ്യനാണ്. എനിക്ക് എം ടിയുമായുള്ള അടുപ്പത്തിലൂടെ അങ്ങനെയുള്ള എത്രയോ സന്ദർഭങ്ങൾക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ വാക്ക് പോലും നിഘണ്ടുവില്ലെന്ന് മറയാൻ പോവുകയാണ് ഇനി. എത്രയോ വാക്കുകൾ മറഞ്ഞിരിക്കുന്നു, മറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ചടങ്ങ് മനുഷ്യ സ്നേഹത്തെ ആദരിക്കുന്ന ചടങ്ങാണ്. ഈ ചടങ്ങ് കിഡ്നി, വൃക്കരോഗിയെ, കേരളത്തിലെ വൃക്കരോഗികളെ തിരിച്ചറിയുന്ന ചടങ്ങാണ് നിങ്ങൾ അമ്പലപ്പുഴയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മിനിഞ്ഞാൻ നോക്കാൻ ഞാൻ എവിടെയൊക്കെയോ വൃക്കരോഗികളെ കുറിച്ച് പറഞ്ഞു.
കാരണം നമ്മളടുത്ത ആളുകൾ വരും, എവിടെയെങ്കിലും ഒരു ഡയാലിസിസിന് ചാൻസ് വാങ്ങിത്തരും. ഞാൻ അവിടെ മലബാറിലൊക്കെ പലയിടത്തും എവിടെ വിളിക്കുമ്പോഴും അവിടെ എന്തായിരിക്കും സ്ഥിതി? മിക്കവാറും എല്ലാ ബെഡും ഫുള്ളായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ആശുപത്രിയിലെ ഡോക്ടറെ വിളിച്ചു. രോഗിണിയുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു, രാത്രി 2 മണിക്കൊക്കെയാണ് കഴിഞ്ഞ് മടങ്ങുന്നത്. അപ്പോഴേക്ക് അവൾ ക്ഷീണിച്ച് കാണും, അവൾക്ക് ഓക്കാനം വരാൻ തുടങ്ങും ഡയാലിസിസിന്റെ സമയത്ത്. ആരുണ്ട് ഇതൊക്കെ കേൾക്കാനും കാണാനും ഈ നാട്ടിൽ? വൈരവും വിദ്വേഷവും പരത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്നവർക്ക് ഇതിൻ്റെ ഒന്നും അർത്ഥം പോലും മനസ്സിലാവില്ല. ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ പരിഗണനയോടെ സംസാരിച്ചു. ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, ഈ വാക്ക് പോലും ആശ്വാസമാണ്. കാരണം പെട്ടെന്നൊരാളെ കടത്താൻ കഴിയില്ല. ഈ ലോകത്ത് ഒരേ ഒരു ചികിത്സയേ ഉള്ളൂ. ഒരാൾ മരണപ്പെടുന്നവരെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരേ ഒരു ചികിത്സ, അത് ഡയാലിസിസ് ചികിത്സയാണ്. ഒരു ബെഡ് ഒഴിയണമെങ്കിൽ ഒരാൾ മരിക്കണം. നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കാം. ആരെങ്കിലും മരിക്കട്ടെ എന്ന് ഡോക്ടർ പറയില്ല. ഞാൻ നോക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരിച്ചാൽ വിവരമറിയിക്കാം എന്നാണ്. അതുവരെ ഒരാൾക്കും ഡയാലിസിസ് നിർത്താൻ കഴിയില്ല. ഞാൻ ഇന്നലെ എൻ്റെ ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് ഒരു വീട്ടിലൊരു കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോകാൻ പറ്റാത്തതുകൊണ്ട് തലേന്ന് പോയി. ഇന്നാണ് കല്യാണം. ഈ ചടങ്ങ് കാരണം പോകാൻ സാധിക്കുമായിരുന്നു. ഭർത്താവ് പറഞ്ഞു, ഭാര്യയെ അവളോടൊന്ന് സംസാരിക്കണം. അവൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഠിനമായ വൃക്കരോഗമാണ്. മിനിഞ്ഞാന്ന് ഞാൻ എൻ്റെ നാട്ടിലൊരു പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ, എൻ്റെ കിഡ്നി 2 വട്ടം മാറ്റിവെച്ചു. ഞാൻ ഈ ചെറുപ്പക്കാരനെ സൂക്ഷിച്ചു നോക്കി. യുവാവാണ്. ഞാൻ ആദ്യം അവൻ്റെ വയറ്റത്ത് കൈവച്ചു. ഒന്നിനുമല്ല, എനിക്കതേ ചെയ്യാൻ കഴിയൂ. എനിക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് ഹരിയേട്ടൻ ചെയ്യുന്ന മാതിരി ഒരു ഡയാലിസിസിൻ്റെ അദ്ദേഹത്തെ ഒരുക്കി കൊടുക്കാനോ അങ്ങനെ സ്ഥാപിക്കാനോ എനിക്ക് സാധിക്കില്ല. പിന്നെ ഇതിനൊന്നും ഒരു ഗവൺമെൻറ് സംവിധാനവും ഇല്ല. ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടോ മറ്റോ നോക്കുമായിരുന്നു. ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ, മലബാറിലെ വലിയ ആശ്രയമായിട്ടുള്ള കോഴിക്കോട് കഴിഞ്ഞ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആദ്യമായി ഡയാലിസിസ് തുടങ്ങിയത് എൻ്റെ MP ഫണ്ടിൽ നിന്നാണ്. അതെനിക്ക് വലിയ സംതൃപ്തി. ഇവിടെ രമേശ് ചെന്നിത്തല, അതൊക്കെ എന്തോ ഒരു അവസ്ഥാവിശേഷമാണ്. ഒരു MP ഫണ്ടെന്ന് തുടങ്ങേണ്ടതാണ് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഡയാലിസിസ് സെൻറ്റർ. നമ്മുടെ സ്ഥിതിഗതിയാണ്. അവിടെയാണ് ഹരിയേട്ടനെ പോലുള്ള ഒരു മനുഷ്യൻ ഒരു സ്ഥാപനമായി, ഒരു പ്രസ്ഥാനമായി, ഇല പൊഴിയാത്ത നന്മമരമായി, കാരുണ്യത്തിൻ്റെ സിന്ധുവായി നമ്മുടെ മുമ്പിൽ നിറയുന്നത്, ഒഴുകുന്നത്. 80 ലക്ഷമാണ് ഞാൻ അന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊടുത്തത്. അന്ന് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും ഞാൻ ഡോക്ടറും എല്ലാ അധികൃതരോടും ഞാൻ പറയും. അടുത്ത ദിവസം ഞാനൊരു കളക്ട്രേറ്റ് യോഗത്തിൽ ഞാൻ പറഞ്ഞു, ഒരു MP ഫണ്ടെന്ന് തുടങ്ങേണ്ടതല്ല, ഒരു മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് സെന്റർ അത് സർക്കാർ ഒരുക്കി കൊടുക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ സ്ഥിതിവിശേഷം. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ അതുകൊണ്ട് ഇത് വൃക്കരോഗിയെ ആദരിക്കുന്ന ചടങ്ങാണ്. എന്തൊരു ഭാഗ്യമാണ് ഈ മനുഷ്യനെ ആദരിക്കുന്ന ചടങ്ങ്, വൃക്കരോഗിയെ ആദരിക്കുന്ന ചടങ്ങാണെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ എന്നോട് യോജിക്കുമെന്ന് തീർച്ചയായും എനിക്ക് പ്രതീക്ഷയുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ഇത് പ്രവാസിയെ ആദരിക്കുന്ന ചടങ്ങാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ നിയോജക മണ്ഡലത്തിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഒരുപാട് കാലമായി നമ്മളൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. അത് അനുവദിക്കപ്പെട്ടു. അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ ദിവസം, ഒരു 4 ദിവസം മുമ്പ്. അപ്പം ഞാൻ ഈ പാസ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്പോർട്ട് കണ്ണീരും പുഞ്ചിരിയുമാണ്. പാസ്പോർട്ട് കണ്ണീരും പുഞ്ചിരിയുമാണ്. എൻ്റെ ജ്യേഷ്ഠൻ ഗൾഫിലേക്ക് പോകുമ്പോൾ, പണ്ടൊക്കെ ബോംബെ പോയിട്ട് വിമാനം കയറിയിട്ട് വേണം പോകാൻ, ഇവിടുന്ന് വണ്ടിക്ക് പോകണം. വളരെ കഷ്ടപ്പാട് പിടിച്ച യാത്രയാണ്. ജ്യേഷ്ഠന് ഇറങ്ങാൻ പോണ നേരത്ത് ഉപ്പയുടെ കണ്ണിലേക്ക് ശരിക്ക് നോക്കിയാൽ ആരും അറിയില്ല, അത് 2 കണ്ണും നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കുമായി. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്ഥിരം കണ്ട ഒരു രംഗമാണ്. പാസ്പോർട്ട്, മാതാവ് മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ പ്രവാസി നേരെ പാസ്പോർട്ടാണ് എടുക്കുന്നത്, നാട്ടിലെത്തണം. ആ പാസ്പോർട്ടിൽ അവൻ്റെ കണ്ണീര് ഇറ്റ് വീണിരിക്കും. അതേസമയം പാസ്പോർട്ട് പുഞ്ചിരിയുമാണ്. എന്നാൽ പാസ്പോർട്ട് തൻ്റെയല്ല,
ആയിരക്കണക്കിന് മനുഷ്യരുടെ മുഖത്തെ പുഞ്ചിരിക്ക് കാരണമാക്കി കൊടുത്ത ഒരു മനുഷ്യനെയാണ് ഇന്ന് അമ്പലപ്പുഴയുടെ സദസ്സിൽ നിങ്ങൾ ആദരിക്കുന്നത്. 2000 പേര് ജോലി ചെയ്യുന്ന ഒരു വലിയ ഒരു സ്ഥാപനം, അവരോടുള്ള ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരന്റെ സമീപനം കോവിഡ് വന്നപ്പോൾ അല്ലാത്തപ്പോൾ, ഒരു കോവിഡ് വന്നപ്പോൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്റ്റാഫിനോടൊപ്പം പാട്ടുപാടുകയും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പ്രവർത്തിച്ച ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ പറഞ്ഞൊരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. രാത്രി അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഉടമസ്ഥനാണ്. ഹരികുമാർ എന്ന എലൈറ്റ് കമ്പനിയുടെ ഉടമസ്ഥനാണ് അഡ്മിറ്റ് ആക്കുന്നത്. എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, അതൊന്നും ഞാൻ വേറെ വഴിക്ക് അറിഞ്ഞതല്ല. വളരെ കാലത്തെ അദ്ദേഹം എണീറ്റ് പുറത്തിറങ്ങി എങ്ങനെയെങ്കിലും ഡിസ്ചാർജ് ആയിട്ട് പോകാൻ വേണ്ടി കണ്ണും തിരുമ്മി ആശുപത്രിയിൽ പോയി. അവിടെ കടലാസൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വേറെ ഒരാൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ ബില്ല്, അതിൻ്റെ ചെലവും ഒക്കെ. പക്ഷെ അതല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. നേരം പുലരുന്നതിന് മുമ്പ് ആശുപത്രി കിടക്കയിൽ ഞാൻ പുറത്തിറങ്ങി കണ്ണ് തിരുമ്പുമ്പോൾ ഞാൻ കാണുന്നത് ഹരികുമാർ സാറിനെയാണ് എന്ന് എത്രയോ ആളുകൾ അടങ്ങിയ ഒരു സദസ്സിൽ വിദേശത്ത് വെച്ച് ആ സഹോദരൻ സംസാരിച്ചത് കേട്ട ഒരാളാണ്. ഈ രീതിയിലുള്ള സ്നേഹത്തിൻ്റെ, അതുകൊണ്ട് ഇത് പ്രവാസിയുടെ ചടങ്ങ്, ഇത് മുഴുവൻ പ്രവാസികൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടേണ്ട ചടങ്ങ്. പ്രവാസി എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല. ഈ നാടിൻ്റെ സമ്പദ്ഘടന ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ഞാൻ നിയമനിർമ്മാണ സഭകളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 30-40 കൊല്ലക്കാലം, ശരിക്കും പറയുകയാണെങ്കിൽ അരനൂറ്റാണ്ട് കാലം. ഇനി അത്ര പറയാൻ ആരെങ്കിലും വിഷമമുണ്ടെങ്കിൽ സൂക്ഷ്മമായിട്ട്, സ്ഥൂലമായിട്ട് പറഞ്ഞാൽ അരനൂറ്റാണ്ട് കാലം, സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ 1/4 നൂറ്റാണ്ട് കാലം കേരളത്തിന്റെ സമ്പദ്ഘടനയെ നാളികേരത്തിന് വിലയിടിഞ്ഞപ്പോ, റബ്ബറിന് വിലയിടിഞ്ഞപ്പോ താങ്ങ് സംരക്ഷിച്ചത് മാറി മാറി വന്ന ഭരണകൂടങ്ങൾ പോലുമല്ല. അവരുടെ സേവനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ വലുതാണ്, സംശയമില്ലല്ലോ ഗവൺമെന്റുകളുടേത്. പക്ഷെ അത് സംരക്ഷിച്ചത് മലയാളികളായ പ്രവാസികളാണ് എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് ഞാനിത് മുഴുവൻ പ്രവാസികളുടെ അഭിമാനത്തിന് വേണ്ടി, അവരുടെ അന്തസ്സിന്റെ മുമ്പിൽ ഇത് സമർപ്പിക്കും. ഈ ചടങ്ങ് പ്രവാസിക്കുള്ള ആദരമാണ്. ഇതൊരു വലിയ പ്രവാസിയുടെ ചടങ്ങാണ്. ഇത് പാസ്പോർട്ടിനുള്ള ബഹുമാനമാണ്. പാസ്പോർട്ട് കണ്ണീരും പുഞ്ചിരിയുമാണ്. എൻ്റെ മണ്ഡലത്തിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ പിന്നീട് ഒരു 10 തവണ കണ്ണീരും പുഞ്ചിരിയും എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത് ആ വേദിയിലിരുന്ന് കേട്ടപ്പോൾ എനിക്കുണ്ടായ ചാരിതാർത്ഥ്യം. എവിടെയൊക്കെ നമ്മൾ എത്തുന്നുവോ ഈ പ്രവാസിയുടെ കുറിച്ച് പറയാനും പ്രവാസിയുടെ സേവനങ്ങൾ എടുത്തു പറയാനും നമുക്ക് സാധിക്കണം എന്ന വികാരമാണ് എനിക്കുണ്ടായത്. അത് മാത്രമല്ല ഈ ചടങ്ങ്, ഞാൻ ചുരുക്കി പറയാം, ഇത് ഗാന്ധി പുഞ്ചിരിക്കുന്ന ചടങ്ങാണ്. ഇത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പുഞ്ചിരി തൂകുന്ന നേരമാണ്. ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയും, ഗാന്ധിയുടെ മദ്യവിരുദ്ധ പ്രസ്ഥാനത്തെ എത്രയോ വർഷങ്ങളായി നെഞ്ചിലേറ്റിയവരിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഗാന്ധി തിരിച്ചറിഞ്ഞ പോലെ ഈ നാടിൻ്റെ എതിരെ വരുന്ന തിന്മകളെ പലർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പല കാര്യങ്ങളിലും ഈ നാടിൻ്റെ രക്ഷാമാർഗം ആ അർദ്ധനഗ്നനായ ഫക്കീറിലേക്കുള്ള തിരിഞ്ഞു നടത്തമാണ്. എത്രത്തോളം ഗാന്ധിയിലേക്ക് തിരിച്ചു പോകുന്നുവോ, രാജീവിൻ്റെ സമകാലികനായ, എൻ്റെ സമകാലികനായ മറ്റൊരു മലയാള കവിയുടെ വാക്ക് ഞാൻ ഓർത്തു പോകുന്നു. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം. ആരായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. രാജീവിനെ പോലൊരു യുവകവി. ഇനി ഒന്ന് തിരികെ നടക്കണം. കുറെ ആയില്ലേ മുന്നോട്ട് മുന്നോട്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് എവിടെ എത്തി? മദ്യത്തിൽ മുങ്ങുന്നതിലോ, മയക്കുമരുന്നതിലോ, കുടുംബം തകർക്കുന്നതിലോ, മൊബൈൽ ആധിപത്യത്തിലോ, രക്തബന്ധങ്ങളെ വെല്ലുവിളിക്കുന്നതിലോ, പെറ്റ തള്ളയെ കൊല്ലാൻ വേണ്ടി കത്തി മൂർച്ച കൂട്ടുന്നതിലോ.
പഴയ കാലത്തുള്ളതൊക്കെ മെച്ചം, ഇപ്പോഴുള്ളതൊക്കെ തിന്മ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ പണ്ട് ചില നന്മകൾ ഉണ്ടായിരുന്നു. ആ നന്മകളുടെ മൂല്യം വളരെ വലുതാണ്. നമ്മുടെ മാതാപിതാക്കളുടെ ഒരു വല്ലാത്ത ഒരു കാലമുണ്ടായി. അങ്ങോട്ടൊന്ന് തിരികെ നടന്നാൽ അതൊരുപാട്, എപ്പോഴും പുറകോട്ട് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാനൊരു പൂർവ്വകാല രതിയിൽ വിശ്വസിക്കുന്ന ആളല്ല. മനുഷ്യൻ മുന്നോട്ട് തന്നെ പോകണം. പണ്ടത്തതൊക്കെ മുഴുവൻ ശരിയല്ല, പണ്ടുണ്ടായിരുന്നു തിന്മകൾ ലോകത്ത്. പക്ഷേ ശാശ്വതികത്വം പൂണ്ടു നിൽക്കുന്ന മൂല്യങ്ങൾ നേരത്തെയുള്ളതിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കണം. അതിലേറ്റവും വലിയ മൂല്യത്തിന്റെ പേരാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇവിടെ അല്ലാതെ വേറെ എവിടെ ഇത് പറയേണ്ടത്? എന്റെ നാടിന് സ്വാതന്ത്ര്യം നേടി എന്ന് ഞാൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കണമെങ്കിൽ മദ്യക്കുപ്പിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്ന അന്ന് മാത്രമേ ഞാൻ അങ്ങനെ വിശ്വസിക്കൂ. എന്ന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി പാടുപെട്ട് പണിയെടുത്ത് ബ്രിട്ടീഷുകാരന്റെ ജയിലറകളിൽ തന്റെ ആയുസിന്റെ നല്ല കാലം ചെലവഴിച്ച ത്യാഗസ്വരൂപനായ മോഹൻദാസ് ഗാന്ധി, ആ ഗാന്ധിയാണ് പറയുന്നത്, നിങ്ങൾ ഈ മദ്യക്കുപ്പിയിൽ നിന്ന് എന്ന് എന്റെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നുവോ? അദ്ദേഹത്തിന്റെ പ്രയത്ന ഫലമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 44-ാമത്തെ അനുച്ഛേദത്തിൽ പറയുന്നുണ്ട് ഇന്ത്യ മുഴുക്കെ മദ്യനിരോധനം നടപ്പിലാക്കണം എന്ന്. അതിനെപ്പറ്റി ഒരു ചർച്ചയും ഒരു കാലത്തും നടക്കില്ല. അപ്പൊ പല ന്യായങ്ങൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് താൻ വാങ്ങുന്ന സമയത്ത് തന്റെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ബാറ് താൻ വാങ്ങിയ ശേഷം താൻ അതിലേക്ക് കൂട്ടിച്ചേർത്തതല്ല, അത് നിർത്താൻ ഒരു മലയാളിയായ വ്യാപാരി എടുത്ത ഉജ്ജ്വലമായ തീരുമാനം, നിശ്ചയദാർഢ്യം. അത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. അത് പറയാൻ ഏറ്റവും യോഗ്യനും അദ്ദേഹമാണ്. ലഹരി പിശാചിനെ പിടിച്ചു കെട്ടാൻ കൊടുങ്കാറ്റഴിച്ചു വിട്ട ശക്തനായിട്ടുള്ള ജനനായകന്റെ പേരാണ് ഇന്ന് കേരളക്കരയിൽ രമേശ് ചെന്നിത്തല. വിചാരിച്ച ചക്ക വേരിലും കായ്ക്കും എന്ന് അദ്ദേഹം തെളിയിച്ചു. അധികാരം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഉള്ളതാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. അതുകൊണ്ട് പക്ഷെ ഞാൻ ഈ നാട്ടിൽ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. നിങ്ങളെ പോലെ ഒരു ഹോട്ടലിൽ നിന്ന് ബാറെടുത്ത് നീക്കാന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിനെ ചങ്ക് പിടിച്ച് കൊല്ലലാണെന്നാണ് വ്യാപാരി ആരെങ്കിലും നടത്തുന്നവർ പറയാം. അതോടെ ഹോട്ടൽ അവസാനിക്കും എന്നായിരിക്കും ഇന്നത്തെ ഒരു സ്ഥിതി വിശേഷം. ഒരു 100 കണക്കുമായിട്ട് വരും അപ്പോ. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. അത് ഗാന്ധിയെ പോലുള്ളവർ പറഞ്ഞ മാർഗം അത് നന്മയുടെ മാർഗമാണ്, അത് ഐശ്വര്യത്തിലേക്കുള്ള മാർഗം. വേറൊരുപാട് വഴിക്ക് സർവേശ്വരൻ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു, എനിക്കിരിയും തരും എന്ന് ദൈവകാരുണ്യത്തെപ്പറ്റി എപ്പോഴും രായ്ക്ക് രായ്മാനം നാഴികക്ക് 100 വട്ടം പറയുന്ന വ്യക്തിത്വമാണ് ശ്രീ ഹരികുമാർ, ഹരിയേട്ടൻ. ദൈവം തരും, തന്നുകൊണ്ടിരിക്കും. അത് ഈ ഒരു സംഗതി കൊണ്ട് അതിനൊരു തടസ്സവും വരില്ല. ഞാനിരിക്കെ കേരള നിയമസഭയിൽ മദ്യനിരോധനത്തെപ്പറ്റി ഞാൻ MLA ആയിരുന്നു ചെയ്തൊരു പ്രസംഗമുണ്ട്. എല്ലാവരും പറയും മദ്യം വേണം പാലം കെട്ടാൻ, മദ്യത്തിന്റെ വരുമാനം വേണം, പൊതു മേഖലയിൽ വികസനം കൊണ്ടുവരാൻ. അപ്പൊ ഞാനൊരു ദിവസം കേരള നിയമസഭയിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞു, ശരി, മദ്യം ലാഭം കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്, മദ്യത്തിന്റെ നഷ്ടത്തിന്റെ കണക്കെടുക്കാൻ ഒരു സർവേ നടത്താൻ തയ്യാറുണ്ടോ? ഇതെനിക്ക് സംസാരിക്കാൻ എല്ലാ വേദിയിലും ഇതുപോലൊരു വേദി ഇത്ര യോജിച്ച് കിട്ടിയെന്ന് വരില്ല. എനിക്ക് എവിടെയും പറയാം, എനിക്കും നമുക്കൊക്കെ പറയാം, നമ്മൾ ആരും തടയില്ല. നമ്മളൊക്കെ ലഹരിക്കെതിരെ മദ്യത്തിനെതിരെ എന്നും നിലപാടെടുത്തു പോന്നവരാണ്, ധീരമായി നിലപാടെടുത്തവരാണ്. പക്ഷേ അത് ഈ വേദിയിൽ നിൽക്കുമ്പോൾ പറയാൻ കഴിയുന്ന ആർജവത്തോടെ മറ്റു പല വേദികളിലും പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല. ആ ശക്തിയോടെ ഒരു ഹോട്ടലിലെ ബാർ സ്റ്റോപ്പ് ചെയ്യാൻ എനിക്കത് വേണ്ട, അതിന്റെ വരുമാനം എനിക്ക് വേണ്ട എന്ന് പറയാൻ ധൈര്യം കാട്ടിയ ഒരു മലയാളി, ഒരു ഇന്ത്യക്കാരൻ, ഒരു ഗാന്ധിയൻ. ഇതാണ് ഗാന്ധി. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഗാന്ധി പുഞ്ചിരി തൂകുന്ന സന്ധ്യയാണ്. ഗാന്ധി വീണ്ടും ചിരിക്കുന്നു, ഗാന്ധി ചിരിച്ചുകൊണ്ടേയിരിക്കും. ഗാന്ധിയുടെ മന്ദസ്മിതം, ഗാന്ധിയുടെ പല്ലുപോയ മോണയുടെ ആ മന്ദസ്മിതം, അതൊരു രാജ്യത്തിന്റെ എല്ലാ മാനവരാശിയും സൗഖ്യത്തിലേക്ക്, സമാധാനത്തിലേക്ക്,
വഴികാട്ടുന്ന സുസ്മിതമാണ് ഗാന്ധിയൻ സുസ്മിതം. അപ്പൊ ഞാനന്ന് നിയമസഭയിൽ പറഞ്ഞിരുന്നു, മദ്യം കൊണ്ടുണ്ടായ നഷ്ടത്തിന്റെ കണക്കെടുക്ക്, ആരോഗ്യം പോയവരുടെ കണക്കെടുക്ക്, ലിവർ സിറിയോസിസ് പിടിപെട്ടവരുടെ കണക്കെടുക്ക്, ആശുപത്രി കിടന്ന് മരണപ്പെട്ടവരുടെ കണക്കെടുക്ക്, വൃക്കരോഗിയുടെ കണക്കെടുക്ക്, അമ്മ കൊണ്ട ചവിട്ടിന്റെ കണക്കെടുക്ക്, ഭാര്യ കൊണ്ട തല്ലിന്റെ കണക്കെടുക്ക്, കുട്ടികളുടെ പഠിപ്പ് മുടങ്ങിയതിന്റെ കണക്കെടുക്ക്. പാലം കെട്ടാൻ മദ്യത്തിന്റെ വരുമാനം വേണം പോലും. മദ്യം ബാറും നിർത്തിയാൽ ഈ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തില്ലെന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ പണ്ഡിതന്മാരോട് ഞാൻ പറയുന്നു, ഈ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? മദ്യത്തിന്റെ നഷ്ടം, അമ്മ കൊണ്ട ചവിട്ടിന്റെ കണക്കെടുക്കും, ഭാര്യ കൊണ്ട തല്ലിന്റെ കണക്കെടുക്കും. ഈ ലോകത്തൊരമ്മയും മകനെ കൊല്ലൂല, മക്കളെ കൊല്ലൂല. പക്ഷെ കേരളത്തിൽ ഒരു അമ്മ മകനെ കൊന്നത് തെങ്ങിൽ കെട്ടിയിട്ടിട്ട് കഴുത്തിൽ കത്തി കുത്തി ഇറക്കിയിട്ടാണ്. കഴുത്തിലല്ല, നെഞ്ചിൽ. ഇവൻ മദ്യപിച്ചു വന്ന് എന്നും അമ്മയെ ചവിട്ടുമായിരുന്നു. സംസാരിക്കാൻ കഴിയാത്ത ബധിരയായ പെങ്ങളെ, മൂകയായ പെങ്ങളെ ഇവൻ നിത്യവും ഉപദ്രവിക്കുമായിരുന്നു. ഒരനുജനെ ഉപദ്രവിച്ച അനുജൻ നാടുവിട്ടു. ഒരു ദിവസം ഈ പെങ്ങളെ ഇട്ട് ചവിട്ടുന്നത് കണ്ട് സഹിക്കാൻ കഴിയാത്ത അമ്മ ഇവനെ തെങ്ങിൽ കെട്ടിയിട്ടിട്ട് കത്തി നെഞ്ചിൽ കുത്തിയിറക്കി. ഇതൊക്കെ നടന്ന നാടാണ് കേരളം. അവിടെയാണ് ശ്രീ ഹരിയേട്ടൻ അങ്ങൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാളെ കേരളം ഏറ്റെടുക്കുന്ന തീരുമാനമാണ്. കേരള ജനത, കേരളത്തിലെ അമ്മമാർ, കേരളത്തിലെ കുഞ്ഞുങ്ങൾ, ആരാണോ ഇന്ന് കേരളത്തിലെ ലഹരി വേട്ടയുടെ കൂടെ നിൽക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഗാന്ധി ഒരിക്കൽ പറഞ്ഞു, മദ്യമാണ് പിശാച്. മദ്യപിക്കുന്നവനും പിശാച് തന്നെയാണ്. ആ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാരായണ ഗുരു പറഞ്ഞു, കുടിക്കരുത്, കൊടുക്കരുത്, വിളമ്പരുത്, വിഷമാണ്. അതാണ് ഇവിടെ ഹരിയേട്ടൻ നടപ്പിലാക്കിയത്. കുടിക്കരുത്, കൊടുക്കരുത്, വിളമ്പരുത്. നോക്കൂ, വിളമ്പരുത്, വിളമ്പി കൊടുക്കരുത്, വിഷമാണ്. ശ്രീനാരായണൻ കേരളത്തിന്റെ മാത്രം പ്രതിപുരുഷനല്ല, മഹാവ്യക്തിത്വമല്ല, മഹാസന്യാസി വര്യനല്ല, ഈ ലോകത്തിന്റെ തന്നെ മഹാത്മാക്കളിൽപ്പെട്ട, ആചാര്യ ശ്രേഷ്ഠന്മാരിൽപ്പെട്ട മഹത് വ്യക്തിത്വമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇതൊക്കെയാണ് ഹരിയേട്ടൻ എന്ന ഒരു മനുഷ്യനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. അല്ലാതെ ഞാനിവിടെ ഇത്രയും ദൂരെ വന്നിട്ടുള്ളത് ഒരു സ്വീകരണ സമ്മേളനം എന്നുള്ള രാധാകൃഷ്ണേട്ടൻ വിളിച്ചപ്പോൾ അത് മാത്രമല്ല എൻ്റെ മനസ്സിലുള്ളത്. കുറെ മൂല്യങ്ങളാണ്. ഹരിയേട്ടൻ എന്നെ സംബന്ധിച്ചിടത്തോളം മൂല്യ സാകല്യമാണ്. ബണ്ടിൽ ഓഫ് വാല്യൂസ്, എ കളക്ഷൻ ഓഫ് വാല്യൂസ്. ഒരുപാട് മൂല്യങ്ങളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അച്ഛൻ, ഇത് സ്വാതന്ത്ര്യ സമരത്തെ ആദരിക്കുന്ന ചടങ്ങാണ്. ഇത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള സമർപ്പണ ചടങ്ങ്. ചെറിയൊരു കാര്യമാണോ? കേരളക്കരയിലെ അമ്പലപ്പുഴയിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് എത്തി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് ഒരു ചെറുപ്പക്കാരൻ തട്ടാരുപറമ്പിൽ കൃഷ്ണപിള്ള, ആ മഹത് വ്യക്തിത്വം. അതും ആരാണ്? നേതാജിയാണ്. ഒരാളെ മാത്രമേ ഇന്ത്യക്കാര് നേതാജി എന്ന് വിളിച്ചിട്ടുള്ളൂ. ഒരുപാട് നേതാക്കളുണ്ട്. ഗാന്ധിജിയെ പോലും മറ്റു പേരാണ് വിളിച്ചത്. മഹാത്മജി, ഗാന്ധിജി എന്നാണ് വിളിച്ചത്. നേതാ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ നേതാവിനെ നേതാവ് തന്നെയാണ് വിളിക്കുക. ഒരേ ഒരു വ്യക്തിത്വത്തെ മാത്രമാണ് ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി നേതാജി. ഇന്ന് നേതാജി എന്ന് പറഞ്ഞാൽ പിന്നെ പേര് പറയേണ്ട കാര്യമില്ല. അത് സുഭാഷ് ചന്ദ്രബോസാണ്. ധീരനായ പുരുഷൻ, ധീരനായ നായകൻ.
ഇന്ത്യയെ മോചിപ്പിക്കാൻ ഞാൻ പുറത്തുപോയി പട്ടാളത്തെ സംഘടിപ്പിച്ച് അവരുമായി വന്ന് ബ്രിട്ടീഷുകാരിൽ ഇന്ത്യയെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞ എനിക്കിത് കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും, എനിക്കിത് ഹരിയേട്ടന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോഴും മറ്റുള്ളവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുമ്പോഴും എനിക്കതൊരു കഥ പോലെയാണ്. ഹരിയേട്ടന്റെ അച്ഛൻ മാത്രല്ല, എന്റെ പ്രദേശമായ എന്റെ നാട്ടില്, എന്റെ പൊന്നാനി മണ്ഡലത്തിലാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഏറ്റവും അടുത്തവരുണ്ടായത് ക്യാപ്റ്റൻ ലക്ഷ്മി. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ വീട് എന്റെ നിയോജക മണ്ഡലത്തിലാണ്. അതുപോലും ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ വീട്ടിലാണ് ഒരിക്കൽ എന്റെ തെരഞ്ഞെടുപ്പിന് പോയപ്പോ അവരുടെ പഴയ തറവാട്ടിലെ കുട്ടിമാളു അമ്മ അവിടെ ആയിരുന്നു, മൃണാളിനി സാരാഭായ് ആ വീട്ടിലായിരുന്നു. ഇതിനൊക്കെ കാരണക്കാരൻ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷിന്റെ സേനയിൽ പോയി ചേർന്ന ഹരിയേട്ടന്റെ അച്ഛൻ. ഞാനിവിടെ വന്നപ്പോ എന്നെ വികാരഭരിതനാക്കിയത് അദ്ദേഹത്തിന്റെ ഹരികഥയിലെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ആദ്യത്തെ കുറച്ച് ഭാഗമാണ്. അച്ഛനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്. അത് പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറഞ്ഞാലും എൻ്റെ ശരീരത്തിൽ രോമാഞ്ചമുണ്ടാകും, എൻ്റെ സിരകൾ തപിക്കും. പ്രേയസിയെ, കൂടെ ജീവിക്കുന്ന സഹധർമ്മിണിയെ ചേർത്ത് പിടിക്കാൻ സജ്ജനാക്കിയത് അച്ഛനാണ്. തൊഴിലാളികളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ സജ്ജനാക്കിയത് അച്ഛനാണ്. പേരക്കുട്ടികളുടെ നിമിഷങ്ങൾ പെറുക്കിയെടുക്കുന്ന മുത്തച്ഛനാകാൻ സജ്ജനാക്കിയത് അച്ഛനാണ്. അറബ് ഭാഷയിൽ പഴമൊഴിയുണ്ട്. ഹരിയേട്ടൻ ചെന്നെത്തിയ ഗൾഫ് നാട്ടിലെ ഭാഷയായ അറബിയിൽ അൽ വലദു സിർറു അബി, പുത്രൻ തന്റെ പിതാവിന്റെ പൊരുളാണ്. ഞാൻ അല്ലെങ്കിൽ തന്നെ പിതാവ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ എല്ലാം എൻ്റെ പിതാവാണ്. എൻ്റെ ഗുരുനാഥൻ എൻ്റെ പിതാവായിരുന്നു. എൻ്റെ പാഠശാല എൻ്റെ വീടായിരുന്നു. ആദ്യ പാഠശാല വീടായിരുന്നു. ഉപ്പയാണ് ഭാഷ പഠിപ്പിച്ചത്. ഉപ്പയുടെ ഒരു കർശനമായ ശിക്ഷണത്തിലാണ് വളർന്നത്. അങ്ങനെ പോകുന്നതുകൊണ്ടായിരിക്കണം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരുടെ പിതാവ് എന്ന് പറയുമ്പോൾ ഞാൻ അവരെ വിട്ട് എൻ്റെ ചിന്തകൾ അവരുടെ പിതാവിലേക്ക് പോകും. ഹരിയേട്ടന്റെ പിതാവിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. മാതാവ് സരസ്വതി അമ്മ നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ അവരുടെ രണ്ടുപേരുടെയും തൃച്ചേവടികളിൽ, അവരുടെ പാതാരവിന്ദങ്ങളിൽ ഈ സപ്തതിയുടെയും ഈ ആയുസിന്റെയും കാരുണ്യവാനായ സർവശക്തൻ അല്ലാഹു അദ്ദേഹത്തിന് ഇനിയും ദീർഘായുഷ്മാനായി ധാരാളം ആയുസ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ആ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ സമ്മതത്തോടെ സമർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. കുറച്ച് നീട്ടി പറഞ്ഞു പോയോന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എൻ്റെ ചിതറിയ ചിന്തകളാണ്. ഈ ലോകത്ത് നമുക്ക് വിളക്ക് കൊളുത്തി വെക്കണം, നമുക്ക് പ്രകാശം പരത്തണം. ഓരോരുത്തരും സ്വയം വിളക്കാകണം. ഹരിയേട്ടനെ പോലുള്ളവരുടെ വെളിച്ചം നമുക്ക് എല്ലാവർക്കും മാതൃകയാകണം. കേരളത്തിൽ 8 പേരിൽ ഒരാൾക്ക് ഇന്ന് കൗൺസിലിംഗ് ആവശ്യമായി വന്നിരിക്കുന്നു. 8 ആള് കൂടുന്നൊരു സ്ഥലമുണ്ടെങ്കിൽ ആവറേജ് ആണ്, കണക്കാണ്. അതിൽ ഒരാൾക്കെങ്കിലും കൗൺസിലിംഗ് വേണം. 2030 വന്നാൽ കേരളത്തിൽ ഹൃദ്രോഗികളെക്കാൾ കൂടുതൽ വിഷാദ രോഗികളായിരിക്കും. ഞാൻ ആവർത്തിക്കുന്നു, ഇത് 2026 4 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ ഹൃദ്രോഗികളെക്കാൾ കൂടുതൽ വിഷാദ രോഗികളായി. എല്ലാ സുഖമുണ്ട്, പക്ഷെ ഒരു മനസ്സമാധാനവും ഇല്ല, ആശ്വാസമില്ല, മനസ്സിനൊരു തൃപ്തിയില്ല. ഇപ്പോഴത്തെ ഈ പോക്കുണ്ടല്ലോ, ഇയോൺ മാസ്ക് എന്നൊരാളെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരിൽപ്പെട്ട ആളാണ് ഇയോൺ മാസ്ക്. എക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഴയ ട്വിറ്റർ, അതിന്റെ മുതലാളിയാണ്. സ്പേസ് എക്സ് ഉണ്ട്, അതിന്റെയും മുതലാളിയാണ്. ലോകത്തിലെ വലിയ ശതകോടീശ്വരന്മാരിൽപ്പെട്ട ആളാണ്.
പക്ഷെ അശാന്തനായി, മനസ്സിനൊരു സുഖമില്ലാതെ ജീവിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മനസ്സമാധാനം തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ മകൻ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് ആഗ്രഹിച്ചു. നിങ്ങൾ ശരിക്കും കേൾക്കണം. അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹത്തിലെ ശതകോടീശ്വരൻ, ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് ആഗ്രഹിച്ചു. അച്ഛൻ സമ്മതം നൽകിയില്ല. അച്ഛന്റെ സമ്മതത്തിന് ആവശ്യമില്ലാത്ത വിധം കാലിഫോർണിയ, അവിടെയാണ് ഇവർ പാർക്കുന്നത്, ഒരു നിയമം പാസാക്കി. കൗമാരപ്രായക്കാരായവർക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താൻ മാതാപിതാക്കളുടെ സമ്മതം വേണ്ട. എക്സിന്റെയും സ്പേസ് എക്സിന്റെയും ഉടമസ്ഥനായ ഈ മുതലാളി ഇനി മുതൽ എനിക്ക് കാലിഫോർണിയ വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം താമസം മാറ്റി. അച്ഛനമ്മമാരുടെ സമ്മതം ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് ആവശ്യമില്ലെങ്കിൽ എനിക്ക് ഈ നാട് വേണ്ട. അദ്ദേഹം ടെക്സസിലേക്ക് എക്സിന്റെ ആസ്ഥാനം മാറ്റി. അദ്ദേഹം പറയുന്നത്, ഇവൻ പെണ്ണായി മാറിയതോടെ ലോകത്തെ മുഴുവൻ ഇവൻ വെറുക്കാൻ തുടങ്ങി, അച്ഛനെയും ഇവൻ വെറുക്കാൻ തുടങ്ങി. ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി സ്ത്രീ ആയതോടെ ലോകത്തെ എല്ലാത്തിനോടും ഇവന് വെറുപ്പായി. അവൻ സ്വയം തീരുമാനിച്ചാണ് പെണ്ണാകാൻ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അതിനനുസരിച്ചുള്ള നിയമങ്ങളും ലോകത്ത് പാസ്സാക്കപ്പെടുന്നു. ഇവന്റെ പേര് മാറ്റി, ഇവളുടെ പേര് മാറ്റി. ആദ്യത്തെ പേര് സേവിയർ അലക്സാണ്ടർ മാസ്ക് എന്നായിരുന്നു. അത് മാറ്റി വിവിയൻ ജന്ന എന്നാക്കി, വിൽസൺ എന്ന പേര്. അച്ഛനോട് യുദ്ധം പ്രഖ്യാപിച്ചു. അച്ഛൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു മകനില്ല. ഈ സന്തതി പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരച്ഛനുമില്ല. ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പണം സമാധാനം കൊണ്ടുവരില്ല. ഈ അടുത്ത ദിവസം ഞാൻ ഒരു വാർത്ത കേട്ടു. ശരീരത്തിൽ മുഴുവനും വികൃതമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ച ഒരാൾ കുത്തി 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 വികൃതമായ ചിത്രങ്ങൾ ശരീരം മുഴുക്കെ പരിക്കേൽപ്പിച്ചുകൊണ്ട് ഭീകരത ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കാണുന്നവർക്കൊക്കെ ഭീകരത അനുഭവപ്പെടും. സൗന്ദര്യത്തെ ബീഭത്സതയാക്കുന്ന കാലമാണ്. കേരളത്തിൽ ഇപ്പോൾ എടുക്കേണ്ട ഏറ്റവും പുതിയ കണക്ക് മക്കളാൽ കൊല ചെയ്യപ്പെട്ട അമ്മമാരുടെ കണക്കാണ്. അങ്ങനെയുള്ള ഈ ലോകത്ത്, ഈ ചുറ്റുപാടിൽ അച്ഛനെ തിരിച്ചറിയാൻ, അമ്മയെ തിരിച്ചറിയാൻ, പെങ്ങളെ തിരിച്ചറിയാൻ, ഭാര്യയെ തിരിച്ചറിയാൻ. ഭാര്യയെ തിരിച്ചറിയാൻ ഒരാൾക്ക് 25 കൊല്ലമെങ്കിലും എടുക്കുന്നതാണ് ഒരു സൈക്കോളജിസ്റ്റ് എഴുതിയത് ഞാൻ വായിച്ചത്. ഒരാൾക്ക് തൻ്റെ ഭാര്യയുടെ വാല്യൂ തിരിച്ചറിയാൻ 25 വർഷം. കാരണം അവസാനം തൻ്റെ ഏകാന്തത പങ്കുവെക്കാൻ തൻ്റെ സഹധർമ്മിണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ പുരുഷൻ ഒരു തിരിച്ചറിവിലെത്തുമ്പോൾ മാത്രമാണ് അയാൾ ഭാര്യയെ തിരിച്ചറിയുന്നത്. മക്കളൊക്കെ ഓരോ വഴിക്ക് പോകും, എല്ലാവരും പോകും. തൻ്റെ ഏകാന്തത പങ്കുവെക്കാൻ, ഇതൊരു സൈക്കോളജിസ്റ്റിന്റെ വാക്കാണ്. ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ തൻ്റെ ഏകാന്തത പങ്കുവെക്കാൻ തൻ്റെ സഹധർമ്മിണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇയാൾ അവളെ തിരിച്ചറിയുന്നത്. കുടുംബ വ്യവസ്ഥ തകരുകയാണ്. കല്യാണം കഴിക്കാത്ത മക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ ചില മൂല്യങ്ങളെ തിരിച്ചു പിടിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യ സ്നേഹത്തിന് പുതിയ ശക്തിയും ഊർജവും പകരേണ്ടിയിരിക്കുന്നു. രാജീവ് ആലുങ്കൽ എഴുതിയത്, പതിരുള്ള നാഴിരി നെല്ലുമായി എന്നമ്മ പടികടന്നെത്തുന്ന സായന്തനം എന്നാണ്. അമ്മ നെല്ലുമായിട്ട് വരുന്ന സമയം. അതാണ് ജയേന്ദ്രൻ വളരെ വിഷാദമായിട്ട് അദ്ദേഹം ഈ ലോകത്തുനിന്ന് പോയി. ഇനിയുള്ള കാലവും അതങ്ങനെ മലയാളിയുടെ മനസ്സിലുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ രാജീവിനെ അഭിനന്ദിക്കുന്നു എന്ന് പറയില്ല. അദ്ദേഹത്തിൻ്റെ തൂലികത്തുമ്പിലെ മഷിയെ എൻ്റെ മൂക്കോട് ചേർത്ത് മുത്തം വെക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. കൂടുതലായി ഞാൻ പറയുന്നില്ല. ഹരിയേട്ടനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഹരിയേട്ടൻ ഈ മൂല്യങ്ങളുടെ കേദാരമാണ്. അദ്ദേഹം അമ്പലപ്പഴക്കാരനല്ല. അദ്ദേഹം കേരളത്തിൻ്റെ മാത്രമല്ല, അദ്ദേഹം ലോകത്തിന് മുഴുവനുള്ള വിശ്വപൗരൻ എന്നൊക്കെയല്ലേ സാധാരണ ചിലപ്പോൾ പറയാറുള്ളത്. വിശ്വപൗരൻ എന്ന് അദ്ദേഹത്തെ പറയാൻ, അത് എത്രയോ ലോകരാജ്യങ്ങൾ സന്ദർശിച്ചിരിക്കുന്നു. എവിടൊക്കെയോ അദ്ദേഹം പോയി ആരൊക്കെയോ കണ്ടുമുട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് അധികവും അവിടെ ഉന്നത പോസ്റ്റുകൾ ഇരിക്കുന്നത് വിദേശികളാണ്. ഗ്രീക്കുകാരുണ്ട്, അമേരിക്കക്കാരുണ്ട്.
ഇന്ത്യയെ അടിച്ചമർത്താൻ വന്ന ബ്രിട്ടീഷ് രാജ്യത്തിലെ, അന്നത്തെ രാജ്യത്തിലെ ഇപ്പോഴത്തെ പൗരന്മാരുണ്ട് വലിയ വലിയ പോസ്റ്റുകളിൽ. അവരുടെ മുഴുവൻ മുകളിൽ ഒരു മലയാളി വിജയശ്രീ ലാളിതനായി ഇരിപ്പുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ശക്തി കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് ശക്തിയുണ്ട്, പ്രതിഭയുണ്ട്. അലൂമിനിയം വ്യവസായത്തിൽ മാത്രമല്ല, മാനേജ്മെന്റിൽ മാത്രമല്ല, ക്രൈസിസ് മാനേജ്മെന്റിൽ മാത്രമല്ല, പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിൽ മാത്രമല്ല. കോവിഡ് വന്നപ്പോ 300 ചില്ലാനം ആളുകൾക്ക് നാട്ടിലേക്ക് വരാൻ വേണ്ടി ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തിട്ട് അതിലേക്ക് വരാൻ 150 പേരെ പോലും കിട്ടാത്ത അവസ്ഥ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഉണ്ടായത്. ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ഇദ്ദേഹത്തോടൊപ്പം ഇവിടെ തന്നെ കഴിയുകയാണ് എന്ന് അവരുടെ തീരുമാനമാണ്. അതൊക്കെ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഒക്കെ ഉദാഹരണമായിട്ട് എടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനിലൂടെ, അമ്മയിലൂടെ ഞരമ്പുകളിലേക്ക്, സിരകളിലേക്ക് പകർന്നു കിട്ടിയ, പ്രസരിച്ചു കിട്ടിയ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ദൈവകടാക്ഷത്തിന്റെയും അത്ഭുതമാണ് ഈ രംഗങ്ങളിൽ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയുള്ള കാലവും കൂടുതൽ ഉന്മേഷവാനായി, കൂടുതൽ ഊർജ്ജസ്വലനായി. ഇത്തരം പരിപാടി കൊണ്ട് നമുക്കെന്താ ഒരു ഗുണം? നമുക്കുള്ള ഗുണം നാം നമ്മുടെ നന്മയെ തിരിച്ചറിയുന്നു, നമ്മുടെ നാടിൻ്റെ നന്മയെ തിരിച്ചറിയുന്നു. അമ്പലപ്പുഴ വളരെ വലിയൊരു നാടാണ്, പഴയ രാജാക്കന്മാരുടെ നാടാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം കുടികൊള്ളുന്ന സ്ഥലമാണ്. ഗുരുവായൂരിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ കൃഷ്ണക്ഷേത്രങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രമുള്ള സ്ഥലമാണ്. കുഞ്ചൻ നമ്പ്യാരെന്ന് പറയുന്ന ആക്ഷേപഹാസ്യത്തിലൂടെ നന്മയ്ക്ക് വേണ്ടി പടപൊരുതിയ ഒരു പോരാളിയായ കവി നടന്നുപോയ മണ്ണിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. കുഞ്ചൻ നമ്പ്യാരെ തിരിച്ചറിയേണ്ടതും പൂന്താനത്തെ തിരിച്ചറിയേണ്ടതും ഒക്കെ ഹരികുമാറിനെ തിരിച്ചറിഞ്ഞ ഇതേ മൂല്യങ്ങളിലൂടെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛനും പുനരമ്മയ്ക്കും ഭാര്യക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അച്ഛനും അമ്മയ്ക്കും ഭാര്യക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല. 300 കൊല്ലം മുമ്പാണ് പൂന്താനം എഴുതിയത്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ? പൂന്താനമാണ് ചോദിച്ചത്. മാളികപ്പുറമേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ, പൂന്താനമാണ് പറഞ്ഞത്. ഈ മഹത്തുക്കളൊക്കെ കുഞ്ചൻ നമ്പ്യാർ വേറെ ഭാഷയിലൂടെ പറഞ്ഞു. കുഞ്ചൻ നമ്പ്യാർ ശക്തമായിട്ട് ആക്ഷേപിച്ചു, പൂന്താനം മൗനമായിട്ട് മന്ദഹസിച്ചു. ആ മൗന മന്ദഹാസത്തിലും ഈ ആക്ഷേപഹാസ്യത്തിലും നാം കാണുന്നത് ഒരേ മൂല്യങ്ങളുടെ വെളിച്ചമാണ്. അത് തന്നെ ഗാന്ധി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾക്ക് മുമ്പിൽ എൻ്റെ നമോഭാഗവും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇത്രയും കേമമായി സംഘടിപ്പിച്ച അമ്പലപ്പുഴയുടെ സംസ്കാരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഒരു മനുഷ്യനാകുന്നത് മണ്ണിന്റെ മകനാകുമ്പോഴാണ്. മണ്ണിന്റെ മകൻ ലോകത്ത് എവിടെ പോയാലും, എവിടെ പോയി പാർത്താലും, ഏത് വേഷമിട്ടാലും എപ്പോഴും തൻ്റെ മണ്ണിന്റെ മകനായിരിക്കുക എന്നതിനേക്കാൾ കവിഞ്ഞ ഒന്നും ഒരു മനുഷ്യന് ആഗ്രഹിക്കാനില്ല. ഞാൻ എപ്പോഴും ഓർക്കും, ജോഷ് മലിഹാബാദി എന്നൊരു കവി ഉണ്ടായിരുന്നു. മലിഹാബാദ് യുപിയിൽ അദ്ദേഹത്തിന്റെ നാടാണ്. അദ്ദേഹം എഴുതിയ കവിതകളിൽ ഏറ്റവും വൃക്ഷം ഏ മലിഹാബാദ് തുജേ സലാം. മലിഹാബാദേ നിനക്ക് അഭിവാദ്യം. എന്റെ നാട്, എന്റെ മാമ്പഴം, എന്റെ മാവുംതോട്ടങ്ങൾ, ഞാൻ നടന്നു പോയിരുന്ന എൻ്റെ ഈ തെരുവുകളിലെ കുട്ടിക്കാലം എന്ന പോലെ എന്നും അമ്പലപ്പുഴയിലേക്ക് തിരിച്ചെത്തുന്ന, എപ്പോഴും അമ്പലപ്പുഴയുടെ ഹൃദയത്തോടൊപ്പം സ്പന്ദിക്കുന്ന, പൂർണ്ണമായ അർത്ഥത്തിൽ മണ്ണിന്റെ മകൻ എന്ന് പറയാവുന്ന ഹരിയേട്ടനെ ഇവിധം ആദരിച്ച ഈ നാടിന്റെ സംസ്കാരത്തിന് എൻ്റെ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ നാടും എൻ്റെ നാടും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ സാമ്യത ഉണ്ട്. കോട്ടക്കൽ ആര്യവൈദ്യശാല, അതാണ് അവിടുത്തെ പ്രസിദ്ധി. ഇവിടുത്തെ പ്രസിദ്ധി അമ്പലപ്പുഴ ക്ഷേത്രമാണ്. കോട്ടക്കൽ സൗഹൃദത്തിന്റെ ഇടമാണ്, ഹിന്ദു മുസ്ലിം മൈത്രി ശക്തമാണ്. വൈദ്യശാലയുടെ PS വാര്യർ പോലും അതിന്റെ ശില്പിയാണ്. ഇവിടെ എല്ലാവരും മൈത്രിയുടെ വക്താക്കളാണ്. ഹരിയേട്ടൻ അതിന്റെ വലിയ ഒരു വക്താവാണ്. അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്ത് അദ്ദേഹത്തിന്റെ കൂടെ വളർന്നവര്, ഈ ആലപ്പുഴ നാട്ടിലെ പരിസരത്തെ മുസ്ലിം സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എപ്പോഴും കൂടെ കൂടി ഇടപഴകി മറ്റ് സകല സമുദായങ്ങളിലെ എല്ലാം ചേർന്നു പോകുന്ന, അവിടെയും ധാരാളം കലാ സാംസ്കാരിക പാരമ്പര്യം, ഇവിടെയും കലാ സാംസ്കാരിക പാരമ്പര്യം.
ഈ മഹത്തായ നാടിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാനിവിടെ ഹരിയേട്ടന് സമർപ്പിച്ച ഒരു ചെറിയ ഒരു ചിത്രത്തിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത ഇതാണ്. വല്ലാത്തൊരു കവിതയാണ്, ഞാൻ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ്. അന്യജീവനുദകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ. അന്യജീവനുദകി സ്വജീവിതം അന്യജീവനുദകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ. വിവേകമുള്ളവര് മറ്റുള്ളവന്റെ ജീവിതത്തിന് തന്നെ സ്വന്തം ജീവിതം കൊടുക്കും. അന്യജീവനുദകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ. വിവേകമുള്ളവരെപ്പോഴും തന്നെ കൊണ്ട് മറ്റുള്ളവൻ എന്തെങ്കിലും മറ്റുള്ള ജീവിതത്തിന് തന്റെ ജീവിതം ഉതകണേ എന്ന് വിചാരിക്കും. ഈ കാവ്യശകലമാണ് എക്കാലത്തേക്കും ഹരിയേട്ടനുള്ള എന്റെ എളിയ സ്നേഹത്തിന്റെ കാണിക്ക എന്ന് മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് എന്റെ നന്ദി പറഞ്ഞു.